ഇതിന്റെ മുമ്പിൽ നമ്മൾ ഈ നിൽക്കുന്നതിന്റെ തൊട്ട് മുമ്പിലായിട്ട് രാജവീഥിയാണ് കടന്നു പോകുന്നത്. നമ്മുടെ മാതാപിതാക്കന്മാർക്ക് പണ്ട് കാലത്ത് ഇതുവഴി ഒന്ന് നടക്കുവാനോ ഇതിന്റെ എന്താ പറയാ അയൽവക്കത്ത് പോലും എത്താൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടായിരുന്ന കാലത്തിൽ നിന്ന് കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്തിന്റെ ഒത്ത നടുക്ക് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്ത് തന്നെ ദിവ്യമാതാവിന്റെ അക്ഷീണ പരിശ്രമം കൊണ്ട് നമുക്ക് നേടിത്തന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് ഈ പാളയം ശാഖ സ്ഥിതി ചെയ്യുന്ന സ്ഥലവും എന്ന് പറയുന്നത്. ഇവിടുന്ന് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാലാണ്, ചരിത്രത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്, നമ്മുടെ അമ്മമാർക്ക് പുല്ല് കെട്ടിക്കൊണ്ട് പോയി അവർക്ക് നിലത്ത് വെച്ച് വിൽക്കാനുള്ള ഒരു അവസരം പോലും ഇല്ലാതിരുന്ന പുത്തരിക്കണ്ട് മൈതാനം ഇതിന്റെ ഒരു 1.5 കിലോമീറ്റർ അപ്പുറത്താണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അന്ന് നമ്മുടെ ഗുരുദേവൻ ശ്രീമൂലം അസംബ്ലിയിൽ വെച്ച് അമ്മമാർക്ക് ഈ പുല്ല് തലയിൽ നിന്നിറക്കി അവർക്ക് ഇരുന്ന് ആ പുല്ല് വിൽക്കാനുള്ള ഒരു അവകാശമെങ്കിലും കൊടുക്കണം എന്ന് പറഞ്ഞ് ആ ഒരു അവകാശത്തെ നേടിയെടുത്ത, അതായത് അന്നത്തെ തലമുറയിൽ നമ്മുടെ അമ്മമാർക്കൊന്ന് ഇരിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിൽ നിന്ന് ആ ഒരു പ്രധാന സ്ഥലത്തെയാണ് നമ്മുടെ ഒരു വലിയ ഒരു ശാഖയെ നമുക്ക് സ്ഥാപിച്ചു തന്നിരിക്കുന്നത്.